നമുക്ക് രുചികരമായിട്ടുള്ളൊരു മത്തങ്ങക്കറി വെച്ചാലോ? അതിനായിട്ടൊരു ചെറിയ പീസ് നമ്മുടെ ഈ കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന മത്തങ്ങയില്ലേ, അപ്പോൾ അതങ്ങോട്ട് എടുത്തിട്ട് നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, വെള്ളമൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് വേവാൻ വെക്കുക. ആ സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കുക. അതിനായിട്ട് തേങ്ങ 1 കപ്പ്, ജീരകം, വെളുത്തുള്ളിയും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വറുത്ത് ചേർക്കാനാണ്. അപ്പോൾ ഇതങ്ങോട്ട് വെന്ത് വരുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്തിട്ട് ഈ അരപ്പൂടെ ചേർത്ത് കൊടുത്തൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ 2 ടേബിൾ സ്പൂൺ തേങ്ങ മാറ്റി വെച്ചത് എണ്ണയിൽ വറുത്തിട്ട് ചേർക്കും. എന്നിട്ട് അതുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് താളിച്ച് ചേർക്കുക. പിന്നെ നല്ല രുചികരമായിട്ടുള്ള കറി റെഡിയാണ്. എന്തെങ്കിലും അഡീഷണൽ ഉപ്പ് വല്ലതും വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഈ മത്തങ്ങയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനും പിന്നെ നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നം ഉള്ളവർക്ക് ദഹനത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വെച്ച് നോക്കണം. ജോലിക്കൊക്കെ പോകുന്നവർ തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ട് കുക്കറിൽ വേവിച്ചാലും മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഞാൻ മീൻകറിയുടെ കൂടെ ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.